ജോൺ മക്കാർത്തർ. അമേരിക്കൻ ക്രിസ്തീയ ലോകത്ത് ദീർഘകാലം ദൈവവചനത്തെ ശക്തമായ വാക്കുകളാൽ തീർച്ചയോടെ പ്രസംഗിച്ച ഒരു ശബ്ദമായി ഉയർന്ന വ്യക്തിയായിരുന്നു ജോൺ മക്കാർത്തർ. I think probably the papacy is the biggest hoax ever foisted upon the world in the name of Christianity. This is an arrogant idolatry. It's an arrogant idolatry. വെറും ഒരു പാസ്റ്റർ മാത്രമായി അല്ല അദ്ദേഹം ഇന്നലെയും ഇന്നും അറിയപ്പെടുന്നത്. ഒരു ശാസ്ത്രീയ ബോധമുള്ള പ്രസംഗകൻ, എഴുത്തുകാരൻ, ദൈവവചനത്തിൽ അത്യന്തം ഉറപ്പുള്ള ഒരു അധ്യാപകൻ എന്നിങ്ങനെയുള്ള തലങ്ങളിൽ അദ്ദേഹത്തെ ദൈവം ഉയർത്തി. (1939) ജനിച്ച ജോൺ മക്കാർത്തർ തൻ്റെ പിതാവായ ജാക്ക് മക്കാർത്തറിലൂടെ വിശ്വാസത്തിലേക്കും ദൈവവചനത്തിലേക്കും കടന്നു. ഗ്രേസ് കമ്മ്യൂണിറ്റി ചർച്ച് എന്ന സഭയിൽ 1969 മുതൽ പാസ്റ്ററായി സേവനം ചെയ്തു. 5 ദശകങ്ങളിലേറെയായി അതേ സഭയെ നയിക്കുകയും അതിലൊട്ടും തളരാതെ സത്യത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ജോൺ മക്കാർത്തറിന്റെ പ്രഭാഷണങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് വിശുദ്ധ ബൈബിളിനോടുള്ള അസഹിഷ്ണുതയുള്ള വിശ്വസ്തതയാണ്. വേർഡ്സ് ബൈ വേർഡ്സ് എക്സ്പോസിഷൻ എന്ന രീതിയിൽ ആഴത്തിലുള്ള വ്യാഖ്യാനം, ഗ്രീക്കും ഹീബ്രുവുമായ യഥാർത്ഥ ഭാഷാപരമായ അറിവ്, ചരിത്രപരമായ പശ്ചാത്തലങ്ങൾ എന്നിവയെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുക എന്നത് അദ്ദേഹത്തിൻ്റെ ശൈലിയായിരുന്നു. ഇദ്ദേഹം സ്ഥാപിച്ച ഗ്രേസ് ടു യു എന്ന റേഡിയോ മീഡിയ മിനിസ്ട്രി ലോകമാകെയുള്ള കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ദൈവവചനം എത്തിച്ചിരിക്കുന്നു. ദ മക്കാർത്തർ സ്റ്റഡി ബൈബിൾ, സ്ട്രേഞ്ച് ഫയർ, ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു ജീസസ് തുടങ്ങിയ പുസ്തകങ്ങൾ 20-ാം നൂറ്റാണ്ടിലെ അത്യന്തം സ്വാധീനമുള്ള ക്രിസ്തീയ പുസ്തകങ്ങളിൽ പെട്ടവയാണ്. ഇദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ ദൈവശാസ്ത്രത്തിലും ദൈവവചനം പഠിക്കുന്നതിലും അനേകർക്ക് വഴികാട്ടിയായി. പെന്തക്കോസ്ത് ചലനത്തോടുള്ള വിമർശനം ജോൺ മക്കാർത്തറിന്റെ പബ്ലിക് മിനിസ്ട്രിയിൽ ഏറെ ശ്രദ്ധേയമായി. സ്ട്രേഞ്ച് ഫയർ കോൺഫറൻസ് എന്നത് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ ദൈവാത്മാവിന്റെ പേരിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ബൈബിൾ അടിസ്ഥാനമാക്കിയുള്ള വിമർശനമായി അദ്ദേഹം നടത്തിയതായിരുന്നു. ഇവയൊക്കെ വലിയ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയെങ്കിലും മക്കാർത്തർ തൻ്റെ നിലപാട് വിട്ടുമാറാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം വിധേയമായത് സത്യത്തിനു മാത്രം, ജനപ്രീതിയല്ല. അദ്ദേഹം ആത്മീകമായി കാൽവിനിസ്റ്റ് ദൈവശാസ്ത്രത്തിൽ ഉറച്ച ബോധ്യത്തോടെയാണ് നിലകൊണ്ടിരുന്നത്. ടൂളിപ്പ് സിദ്ധാന്തങ്ങളുടെ സാരാംശം അദ്ദേഹത്തിൻ്റെ പ്രഘോഷണത്തിൽ തന്നെ നിറഞ്ഞു നിന്നിരുന്നു. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള പരിശുദ്ധതയുടെ ഒരു മാതൃകയായിരുന്നു മക്കാർത്തർ. കടന്നുവന്ന വഴിയിൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലർ അദ്ദേഹത്തെ ലീഗലിസ്റ്റ് ആണ് എന്ന് വിമർശിച്ചു. മറ്റുള്ളവർ അദ്ദേഹത്തിൻ്റെ ശൈലി മൃദുവല്ലെന്ന് പറഞ്ഞു. എങ്കിലും ദൈവം അദ്ദേഹത്തെ വിളിച്ചതിൻ്റെ ഉറപ്പോടെയും തൻ്റെ ആത്മാവിനോടും ബൈബിളിനോടും ആത്മാർത്ഥതയോടെയും ഉറച്ചു നിന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മുടെ തലമുറയ്ക്ക് വിടവാങ്ങാത്ത ഒരു പാഠമാണ്. I think probably the papacy is the biggest hoax ever foisted upon the world in the name of Christianity. It's an arrogant idolatry. It's an arrogant idolatry. A horrible thing. As J.C. Ryle said, a gigantic system of church worship, sacrament worship, Mary worship, saint worship, image worship, relic worship, priest worship, and pope worship. A huge organized idolatry. It seduces. It's satanic.
ദൈവവചനത്തിൽ ഉറപ്പുള്ള വിശ്വാസം നിലനിർത്തുക, സത്യത്തിൽ നിന്ന് പൊരുതുക, സ്നേഹത്താൽ ശുശ്രൂഷ ചെയ്യുക. ജോൺ മക്കാർത്തറിൻ്റെ ശബ്ദം അന്തരിച്ചേക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളടക്കങ്ങൾ, പ്രഭാഷണങ്ങൾ, ഗ്രന്ഥങ്ങൾ, അവയുടെ സത്യത്തിൻ്റെ ശക്തി ഇന്നുവരെയും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു.